അപ്പം വെൽക്കം. അപ്പോൾ നമ്മൾ ബ്രോ ക്യാമ്പിൽ വന്നതിന് ശേഷം 125 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ 125 ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം 6th വീക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, 7th എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു വെബ് ആപ്പ് ചെറുതാണെങ്കിലും ഒരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ചുകൂടെ Node.js കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ MongoDB കുറച്ചുകൂടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ JavaScriptൻ്റെ ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലി യൂസ് ചെയ്ത് തുടങ്ങിയത് 6th വീക്ക് എത്തിയപ്പോഴാണ്. വെച്ചാൽ മുമ്പുള്ളതിൽ ഇത് നമ്മൾ ഓരോ ടോപ്പിക്സ് നോക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തിനാണെന്ന് മനസ്സിലായി. പക്ഷേ 6th വീക്കിലെത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നി. അത് പിന്നെ ഇനി ഫിഗ്മയാണ്, ഇനി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് സൂപ്പർ മാർക്കറ്റ് വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ഘട്ടത്തിലാണ്, ഒരു പീരീഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ കയ്യൊരു സമയത്തിൽ പെരുന്നാൾ കഴിഞ്ഞ് ഇന്ന് വിഷുവാണ്, ഇപ്പോൾ കുറച്ച് ഹോളിഡേയ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിൽ ലാപ്ടോപ്പ് ഒന്ന് വയ്യെന്ന്, അതിൽ കുറച്ച് വെള്ളമായി, അങ്ങനെ കുറച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ലാപ്ടോപ്പ് ഒന്നാക്കണം, അതിൻ്റെ ഇടയിൽ തന്നെ ബാക്കിയുള്ള ഫിഗ്മ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇരുന്നത് ഈ ഒരു ടൈമിൽ സൺ തൂസുവിൻ്റെ ദ ആർട്ട് ഓഫ് വാർ എന്നുള്ള ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു കുറച്ചൊരു ഹാർഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഒരു പോയറ്റിക് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഓൾദോ ഇറ്റ് വാസ് ഗ്രേറ്റ്. മൊത്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ അതിലൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പം നമ്മളൊരു സംഭവം ഫെയിലായാൽ അതിനെ ലക്കിനെ പഴിചാരിയിട്ടോ അല്ലെങ്കിൽ ഭാഗ്യത്തിലായിട്ടോ വേറൊരു കാര്യങ്ങളെ പഴിചാരുന്നതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം വിജയിക്കണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പറയുന്നുണ്ട്. ഈ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടും പരാജയപ്പെടുന്നുണ്ടെങ്കിലും നോക്കാതെ പരാജയപ്പെടുന്നുണ്ടെങ്കിലും ഒക്കെ ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അത് വിജയിച്ചാലും ഈ ഉത്തരവാദിത്തം നമുക്കാണ്, പരാജയപ്പെട്ടാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്. അങ്ങനെ ആർട്ട് ഓഫ് വാർ കഴിഞ്ഞിപ്പോൾ കുറച്ചുകൂടെ ഇനി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ളൊരു ബുക്കാണ് കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിവിടെ വന്നിട്ടുള്ള പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പം വളരെയധികം മെച്ചപ്പെട്ടു. വെച്ചാൽ ഞാൻ ഇവിടെ വരുമ്പോഴുള്ള ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി, ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസോ അല്ല ഇപ്പോൾ ഉള്ളത്. അതിലിപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ കുറച്ചുകൂടെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആണെങ്കിലും, കുറച്ചുകൂടെ വൊക്കാബുലറി കിട്ടുകയാണെങ്കിലും, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണെങ്കിലും ഒരു ഇംഗ്ലീഷ് നന്നായി വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു തരത്തിലാണ്. ഇപ്പം എനിക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഫോക്കസ് എങ്ങനെ കുറച്ചുകൂടെ നന്നായി ഫോക്കസ് ചെയ്യാന്നുള്ളതിലാണ് ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി വരുന്നൊരു വീക്ക് ഞാൻ ഇതാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൊജക്റ്റൂടെ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ അധികം ഫോക്കസും കുറച്ചുകൂടെ അധികം സമയം കൂടി അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും. പിന്നെ വരുന്നത് ഇപ്പോൾ ഇവിടെ ബ്രോ ക്യാമ്പിൽ വന്നിട്ട് 125 ദിവസമായി. പക്ഷേ 125 ദിവസത്തിൽ ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്ത മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഈ ഒരു പാത്തുമായിട്ട് അലൈൻ ചെയ്ത് തന്നെയാണുള്ളത്. പക്ഷേ മച്ച് മോർ ഇനിയും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനോട് കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ റീഡിങ്ങിൽ ഇപ്പോൾ ഒരു സമയത്ത് പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ മെയിൻ ഗോൾ ഒന്നാണ് 24 ബുക്സ് വായിച്ചു തീർക്കുക എന്നുള്ളത്. ഇപ്പോൾ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ അവസാനിക്കുന്ന സമയത്തോടെ ഓൾമോസ്റ്റ് 8 ബുക്സ് കൂടെ വായിച്ചു തീർക്കേണ്ടതുണ്ട്. അത് നമ്മൾ കവറപ്പ് ചെയ്യുന്നത് തന്നെയാണ് ഉള്ളത്. പിന്നെ വരുന്നതാണ്, ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിൽ എക്സ്പെരിമെൻ്റ് എന്നോണം ന്യൂസ് ലെറ്റർ എന്ന് നിർത്തിയിരുന്നു. അപ്പോൾ ഇനിയുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതെ വരുന്ന സമയത്ത് ഇതിനോട് അലയാൻ പറ്റാതെ ഇതിന് ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ന്യൂസ് ലെറ്ററിൻ്റെ നോക്കുന്നത്. പിന്നെ വരുന്നത് ക്വാളിറ്റി ടൈം ഇരിക്കുന്ന സമയം മര്യാദയ്ക്ക് ക്വാളിറ്റി ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട്. അതിപ്പോൾ അതിന് വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എന്തുണ്ട് അഫ്കോഴ്സ് കമൻറ്റ് ചെയ്യുക. ഇറ്റ് വിൽ ബി ലോട്ട് ഹെൽപ്ഫുൾ ഫോർ മീ ആൻഡ് ദോസ് ഹു വാച്ചിങ് അതർ ദാൻ മീ. അപ്പോൾ അത്രയൊക്കെയാണ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, പീസ് ഔട്ട്.